പണ്ടൊക്കെ ഇടുക്കി എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ മണ്ണ് എന്നായിരുന്നു തീർപ്പ്. എന്നാൽ കേരള കോൺഗ്രസുകൾ അപ്പുറവും ഇപ്പുറവും മാറി മാറി നിൽക്കാൻ തുടങ്ങിയതോടെ മണ്ഡലം ഇപ്പോൾ പ്രവചനാതീതമായി. വലിപ്പം കൊണ്ട് കേരളത്തിൽ ഒന്നാമതുള്ള ഈ മണ്ഡലത്തിൽ ഇത്തവണയും അടിയൊഴുക്കുകളായിരിക്കും വിധി നിർണ്ണയിക്കുന്നത്. മൂവാറ്റുപുഴ മുതൽ മൂന്നാർ വരെ പരന്നു കിടക്കുന്ന മണ്ഡലത്തിന് പൊതു രാഷ്ട്രീയ സ്വഭാവം അശേഷമില്ല. കർഷകർ, തോട്ടം തൊഴിലാളികൾ, തമിഴ് ഭാഷാ ന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ സംസ്കാരവും സ്വാധീനവും പേർന്നതാണ് ഇടുക്കി നിയോജക മണ്ഡലം. 1977 ഈ മണ്ഡലം രൂപീകൃതമാകുന്നത്. ഇടുക്കി ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയും കോതമംഗലവും ഇതിൽ ഉൾപ്പെടുന്നു. 1977 കോൺഗ്രസിന്റെ CM സ്റ്റീഫനാണ് ഇടുക്കി മണ്ഡലത്തിൽ ആദ്യം വിജയിക്കുന്നത്. എന്നാൽ 80-ലെ അടുത്ത തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്കുള്ളതായിരുന്നു. CPIM-ന്റെ MM ലോറൻസ് വിജയിച്ചു. ഇടുക്കി മണ്ഡലത്തിൽ പിന്നൊരിക്കലും CPIM പാർട്ടി ചിഹ്നത്തിൽ ആരും ജയിച്ചില്ല. 99-ലും 2004-ലും ഇടതുമുന്നണിക്കൊപ്പം മണ്ഡലം നിന്നു. എന്നാൽ ജയിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ്. 2014-ൽ ജോയ്സ് ജോർജ് വിജയിച്ചെങ്കിലും ഇടത് സ്വതന്ത്രനായിരുന്നു. 2019-ൽ 1,71,053 വോട്ട് ഭൂരിപക്ഷം നേടിയാണ് ഡീൻ കുര്യാക്കോസ് വിജയിച്ചത്. ആദ്യ അംഗത്തിൽ ജോയ്സ് ജോർജിനോട് പരാജയപ്പെട്ടതിന്റെ ക്ഷീണം ഡീൻ കുര്യാക്കോസ് മാറ്റിയെടുത്തു. വന്യജീവി സംഘർഷത്തിന്റെ പേരിൽ ഇരകളാക്കപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ കർഷകരാണ്, തൊഴിലാളികളാണ്, ഏറ്റവും പാവപ്പെട്ടവരാണ്. ആ ഒരു കൺസേൺ സർക്കാരിനുണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി ജാഗ്രതയോടുകൂടി കാര്യങ്ങളൊക്കെ നടന്നേനെ. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നയം തിരുത്തപ്പെടണം. നിർമ്മാണ നിയന്ത്രണം, അതിസങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷം, ഇതൊക്കെ അതിൻ്റെ ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഹൈറേഞ്ച് മേഖലയിൽ. മറ്റെന്തിനേക്കാളും ഉപരി ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങൾ ഇവിടെ ചർച്ചയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഇടത്ത് LDF-ഉം 2ഇടത്ത് UDF-ഉം. ഈ മേൽക്കൈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്ക്. 2014-ലും 19-ലും ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയുള്ള ഇടത് സ്ഥാനാർത്ഥിയായിരുന്നു ജോയ്സ് എങ്കിൽ ഇത്തവണ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരം. 2014 മുതൽ 19 വരെയുള്ള നമ്മളുടെ കാലത്തെ പാർലമെന്റ് അംഗം എന്ന നിലയിലുള്ള പ്രവർത്തനവും പിന്നീടുള്ള സാഹചര്യങ്ങളുമൊക്കെ ആളുകൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് വസ്തുതാപരമായി ഒരു നിലപാടാണ് എല്ലായിടത്തും സ്വീകരിക്കുന്നത്. അത് നമുക്ക് അനുകൂലമാണ്. ഇതെല്ലാത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായും ഒരു അതോറിറ്റേറിയൻ ഗവൺമെൻറ്റായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. NDA-യിലെ ഘടകകക്ഷിയായ BDJS-നാണ് ഇത്തവണയും ഇടുക്കിയിലെ സീറ്റ്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച സംഗീത വിശ്വനാഥനാണ് ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. വന്യമൃഗത്തോട് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്കുള്ളൊരു ഭീതിയുണ്ട്. പക്ഷെ ഒരുപാട് മൃഗസ്നേഹികളുമുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം മനസ്സുകളെ മുറിവേൽക്കാതെ തന്നെ ഒരു പാക്കേജ്, അവരുടെ സംരക്ഷണമൊക്കെ നിലനിർത്തിയ ഒരു പാക്കേജ്, അത് തീർച്ചയായിട്ടും ഇടുക്കിക്കാരുടെ ഒരു ആവശ്യം തന്നെയാണ്. പിന്നെ ഇടുക്കിയുടെ മെഡിക്കൽ കോളേജിനെ പറ്റിയിട്ട് അതും ഒരുപാട് ഒച്ചിൻ്റെ വേഗത്തിലാണ് അത് നീങ്ങുന്നത്. കൂട്ടിയും കിഴിച്ചും മണ്ഡലത്തിൻ്റെ സ്വഭാവത്തെ ഇഴകീറി പരിശോധിക്കുകയാണ് മുന്നണികൾ. സാമുദായിക വോട്ടുകളുടെ ഏകീകരണവും ഭരണവിരുദ്ധ വികാരവും ഉൾപ്പെടെ എല്ലാത്തിനെയും സൂക്ഷ്മതയോടുകൂടിയാണ് മുന്നണികൾ സമീപിക്കുന്നത്. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.